നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ കരയുന്നത് തന്റെ മൂത്ത മകനോടുള്ള വാത്സല്യം കൊണ്ട് മാത്രമാണ്. നിന്റെ കണ്ണീർ തുള്ളികൾ മകന്റെ ഉള്ളിലേക്ക് പകർന്ന മൃതസഞ്ജീവനിയാണ്. നിന്റെ മകനൊരു ആപത്തും വരില്ല. കുഞ്ഞിനെ ജയിലിലേക്കൊന്നും കൊണ്ടുപോണ്ട മോളെ. കുഞ്ഞിനെ കാണുമ്പോൾ ഒരു പക്ഷേ ജയരാമന് വിഷമമായാലോ? വൈകമോളെ ഞാൻ ആരെ ഏൽപ്പിക്കും മുത്തശ്ശി? കുഞ്ഞിനെ ഞങ്ങൾ നോക്കും. നമ്മള് നോക്കും, അതല്ലല്ലോ അതിന്റെ മര്യാദ. തൽക്കാലം ഒരു അനുനയത്തിൽ കാര്യങ്ങൾ പോണം, ബാക്കി പിറകെ. മൈഥിലി, മൈഥിലി, അവള് വരും. അവള് വരുമ്പോ നീ കുഞ്ഞിനെ അവളെ അങ്ങോട്ട് ഏൽപ്പിക്കേ. മുത്തശ്ശി എന്നെ വിളിച്ചോ? മീനാക്ഷി നിന്നെ തിരക്കുന്നു. ഇവളെന്തിനാ എന്നെ തിരക്കുന്നു? ഞങ്ങൾ ഒരിടം വരെ പോവാ. ദാ കുഞ്ഞ്. മോളെ വാ. ആ അതെ, നീ കുഞ്ഞിനെ അവിടെ ഇവിടെ ഇട്ടിട്ട് മൊബൈൽ ഫോണുമായി നടക്കരുത്. കുഞ്ഞിനെ നോക്കിക്കോണം. ശരി ദൈവമേ. എപ്പോഴും പുലിയാവണ്ട, പൂച്ചയാകാം. എന്നാലേ വിചാരിച്ച കാര്യം നടത്തിയെടുക്കാൻ പറ്റും. ഇന്നത് നടപ്പാക്കണം. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ അമ്മേ. അഴികൾക്കുള്ളിൽ കിടക്കുന്ന അവനെ കാണുമ്പോ എന്റെ ചങ്കു പൊടിയും മോളെ. അതാ ഞാൻ അവനെ കാണാൻ വരാത്തത്. അത് സാരമില്ലമ്മേ, ഞാൻ ജേട്ടനോട് പറഞ്ഞോളാം. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. പോയിട്ട് വരാം. ഈ തള്ള എന്തിനെങ്ങനെ മൂങ്ങുന്നത്? രാജലക്ഷ്മി, താൻ എന്തിനാണോ വിഷമിക്കുന്നേ? ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും കൈമളേട്ടാ? എന്റെ കുഞ്ഞാ ജയിലിൽ കിടന്ന് നരയിക്കുന്നെ. താനിങ്ങനെ കരയാതെ. ചില മനുഷ്യർക്ക് ദൈവം വെച്ചിരിക്കുന്ന ദുർവിധികളാ. അനുഭവിക്കാതെ തരവില്ല. എന്നാൽ എന്റെ കുഞ്ഞ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ അവനെ പിടിച്ച് അവരകത്തിട്ടിരിക്കുന്നത്? അതൊക്കെയാണ് ഇവിടുത്തെ നീതി നിയമമൊക്കെ. കാട്ടിൽ വിശപ്പ് കൊണ്ടാണ് ഒന്ന് മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത്. നാട്ടിലതല്ല. പക, പ്രതികാരം, വിദ്വേഷം. ദൈവസൃഷ്ടികളിൽ വെച്ച് ഏറ്റവും അപകടകാരികൾ വിശേഷബുദ്ധിയുള്ള മനുഷ്യർ തന്നെയാ. യാതൊരു സംശയവുമില്ല. ഞാനൊരു ശപിക്കപ്പെട്ട അമ്മയാ. എന്റെ മകനെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ ഏറെ. അവനെ വഴക്കു പറഞ്ഞ് എന്നും ഒരു വെളിപ്പാടകളെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഓർത്തിട്ട് കുറ്റബോധം കൊണ്ട് എനിക്ക് സഹിക്കുന്നില്ല കൈമളേട്ട. ഒരമ്മയുടെ സ്നേഹം ഞാൻ അവന് കൊടുത്തിട്ടില്ല. എന്താ രാജലക്ഷ്മി നീ ഇങ്ങനെ പറയുന്നത്? നീ അവനെ വഴക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് അവനോട് ആഴത്തിൽ സ്നേഹവും വാത്സല്യം കൊണ്ട് മാത്രമായിരിക്കും. നോക്ക്, എത്രയെത്ര കലാപങ്ങളെയാണ് അമ്മമാർ ഒരു ഉമ്മ കൊണ്ട് തീർപ്പാക്കിയിട്ടുള്ളത്. അത് നിനക്കറിയോ? ഏതൊരു മനുഷ്യനും മരണം വരെ ഓർത്തു വെക്കാൻ ഒരൊറ്റ വാത്സല്യം നമ്പരമേ ഉള്ളൂ. അമ്മ നൽകിയൊരു ഉമ്മ. നീ കരയുന്നത് തന്റെ മൂത്ത മകനോടുള്ള വാത്സല്യം കൊണ്ട് മാത്രമാണ്. നിന്റെ കണ്ണീർ തുള്ളികൾ മകന്റെ ഉള്ളിലേക്ക് പകർന്ന മൃതസഞ്ജീവനിയാണ്. നിന്റെ മകനൊരു ആപത്തും വരില്ല. മോനെ,
എന്റെ പൊന്നു മോനെ. കരയാതെ. എന്താ ബാബു? ഒന്നുമില്ലെന്നേ. സംസാരിച്ചിരിക്കാതെ പണിയണം. നിനക്ക് എന്ത് പറ്റിയടാ ബാബു? എനിക്ക് പറ്റുന്നില്ല സാറേ. പറ്റുന്നില്ലെന്ന്? അതേടെ മുഖത്തേക്ക് നോക്കുമ്പോ എന്റെ കൈ വിറയ്ക്കുന്നു സാറേ. കടുവയ്ക്ക് മാൻകുട്ടിയോട് സഹതാപം കൊള്ളാലോ. എന്തോ പ്രശ്നമുണ്ട് സാറേ. പ്രശ്നമുണ്ടെങ്കിൽ നിനക്ക് തന്നെ നഷ്ടം. ആമ്പിള്ളേരെ ഇന്ന് രാത്രി അവനെ തീർത്തിട്ട് കാശും വാങ്ങി അങ്ങ് പോവും. നീ ഇവിടെ സിമ്പതിയും പറഞ്ഞു നിന്നോ. എടാ ഇപ്പൊ പറ്റിയ അവസരമാ. നീ അവനെ തീർക്കാൻ നോക്ക്. രാമേട്ടനായിരിക്കും. ആ രാമേട്ടാ. എന്താ സാവിത്രി ഒന്ന് വിളിക്കുക പോലും ചെയ്യാത്തെ? ഞാൻ നിന്റെ കോള് പ്രതീക്ഷിച്ച് ഈ ഫോണുമായിട്ട് ഒരേ ഇരിപ്പാ. മനഃപൂർവ്വമല്ല രാമേട്ട വിളിക്കാത്തത്. പണത്തിനുള്ള പല വഴികളും പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ഒന്നും കയ്യിലേക്ക് വന്നില്ല. ഞാൻ ആകെ തളർന്നിരിക്കുക സാവിത്രി. ഒന്ന് ഉറങ്ങിയിട്ട് പോലും എത്ര ദിവസമായെന്നറിയോ? എനിക്കറിയാം രാമേട്ട, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. അതെ, ബ്ലഡ് മണി കൊടുത്ത് കേസ് തീർപ്പാക്കാൻ ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. UAE-യിലെ നിയമ കൃത്യസമയത്ത് പണടച്ചില്ലെങ്കിൽ ഞാൻ ജയിലിലാവും. അയ്യോ, പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ നിന്നോട് പറയേണ്ടതില്ലല്ലോ. രാമേട്ടൻ വിഷമിക്കാതിരിക്കെ. 1-2 രൂപയല്ലല്ലോ വേണ്ടത്, കോടികളല്ലേ. ഞാനത് സ്വരുക്കൂട്ടാനുള്ള ഓട്ടത്തില രാമേട്ട. സാവിത്രി, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിന്നെ വിഷമിപ്പിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ എന്റെ നിസ്സഹായ അവസ്ഥ നിന്നോട് പറഞ്ഞല്ലേ പറ്റൂ. എന്തായാലും രാമേട്ടൻ വിഷമിക്കാതിരിക്കെ. എന്റെ വീട്ടുകാരും എന്നെ കൈയൊഴിഞ്ഞു. എന്നാലും ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നടപ്പാക്കി ഞാൻ രാമേട്ടന് പണം അയക്കാം. ഇന്ദ്രയോട് ഞാൻ ഈ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. ഗതികേടുകൊണ്ട് പറഞ്ഞു പോയതാ. അവള് പണം തരാമെന്ന് പറഞ്ഞു. പക്ഷേ അവൾക്ക് കുറച്ച് സാവകാശം വേണമെന്നാ പറഞ്ഞ്. അവളെ ഒന്നും വിശ്വസിക്കരുത് രാമേട്ട. അവള് പ്രതീക്ഷ നൽകിയിട്ട് ചതിക്കും. തന്നെയല്ല, അവളുടെ സ്വന്തം ആങ്ങളെയാണെങ്കിലും രാമേട്ടനോട് അവൾക്ക് വലിയ സ്നേഹമൊന്നുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.